7,80,000 അപേക്ഷകർ. ഒരു ഡിഗ്രി ലെവൽ എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 7,80,000 പേര് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. കേട്ടപ്പോഴൊന്നും ഞെട്ടിയില്ലേ മക്കളെ? ഈ തമ്പാണ് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ യൂട്യൂബ് ചാനലുകളിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസ് 7 ലക്ഷം കടന്നു, 7,80,000 ആയി. ഇതുവരെ ഇല്ലാത്തത്രയും ഡിഗ്രി ലെവൽ ആപ്ലിക്കൻസ് വന്നു. ഒരുപാട് ഡിഗ്രി ലെവൽ ആപ്ലിക്കൻസ് കൂടിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ തംബ്നെയിലുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. കുട്ടികളെ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള തംബ്നെയിലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് ഇതൊരു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിൽ വന്ന പത്ര കട്ടിങ്ങാണ്. അപ്പോൾ ഇതിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 1,10,000 അപേക്ഷകർ വർദ്ധിച്ചു എന്നാണ് തംബ്നെയിൽ. അതിനുശേഷം ഇവിടെ കിടക്കുന്നുണ്ടോ, ആകെ 7,80,000 അപേക്ഷ പൊതുവായി കണക്കാക്കുമ്പോൾ കുറയും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം മാനിക്കാതെ പൊതുവായി കണക്കാക്കുമ്പോൾ കുറയും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം മാനിക്കാതെ കുട്ടികളെ പെട്ടെന്ന് പാനിക്കാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു ആകാംക്ഷ കൊടുക്കാൻ വേണ്ടി ഈ തംബ്നെയിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. സത്യാവസ്ഥ മക്കളെ നിങ്ങൾ അറിയണം. ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്ന ഇതാണ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ 7,80,000 അപേക്ഷകൾ. നമുക്കറിയാം 2 നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട്. 382/2025 383/2025. ശരിയല്ലേ? 382/2025 383/2025 2 കാറ്റഗറികളാണ്. 2 കാറ്റഗറികൾ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൊതുവെ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം കൊണ്ടുതരുന്ന സ്ഥാപനങ്ങളും പൊതുവെ ക്ഷേമനിധി ബോർഡുകൾ പോലെയുള്ള മറ്റ് വരുന്ന സ്ഥാപനങ്ങളും കൂടി. അതായത് വേക്കൻസികൾ ഒരുപാട് വരുന്നത് 382/25 ആണ്. അത് KSFയും KSEBയും KMM ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ്. അതിനുശേഷം KSRTCയും കേരള ഹെഡ് ലോഡ് വർക്കേഴ്സും ഒക്കെ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ലിസ്റ്റ് ഉണ്ട്. അവിടെ നിയമനങ്ങൾ പൊതുവെ കുറവായിരിക്കും. ഇതിന് രണ്ടിനും കൂടി ചേർത്തിട്ടുള്ള അപേക്ഷകരാണ് 7,80,000. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരേ തസ്തികയിൽ അപ്ലൈ ചെയ്ത ആൾ തന്നെ 382/25 അപ്ലൈ ചെയ്ത ആൾ തന്നെ 383/25 അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ 2 നോട്ടിഫിക്കേഷനുകളിലും ഒരേപോലെ അപ്ലൈ ചെയ്ത കുട്ടികൾ ഉണ്ടായിരിക്കും. അതായത് ഡിഗ്രിയുള്ള എല്ലാവരും ഈ 2 പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്ത, അതിനെക്കുറിച്ച് അറിവില്ലാത്ത എന്ന് പറഞ്ഞാൽ 2 നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് അറിയാത്ത ആളുകൾ മാത്രമേ അപ്ലൈ ചെയ്യാതിരിക്കാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം 2 നോട്ടിഫിക്കേഷനും ഒരേ സമയത്ത് വന്നതാണ്. തീർച്ചയായിട്ടും 2നും ഒരുമിച്ച് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതായത് 7,80,000 എന്ന് പറയുമ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ 2 പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്ത കോമൺ ആളുകളെ നോക്കിയാൽ 4 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമേ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത് പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഇത് കൂടുതൽ കുട്ടികളെ ആകാംക്ഷയിലാക്കുകയാണ്. ഇത് കൂടുതൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ തമ്പിട്ടത്, തെറ്റിദ്ധരിക്കപ്പെടരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. മക്കളെ, എന്താണ് സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിയടാ, 2 കാറ്റഗറികളിലായി ലഭിച്ചത് 7,80,654 അപേക്ഷകരാണ്. 2 കാറ്റഗറികളിലായി 7,80,654. നോക്കിയ മക്കളെ, അതിൽ KSEBയിലും KSRTCയിലും 3,95,682 പേര്. ഇനി രണ്ടാമത്തത് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് ഉൾപ്പെടെയുള്ള ഫാമിംഗ് കോർപ്പറേഷൻ പോലെ ഉൾപ്പെടെയുള്ള അടുത്ത് 3,85,002 പേര്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലുമുള്ളത് ആരാ? കോമണാ. 2 പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്ത ആരാ? ഒരേ ആളുകൾ തന്നെയാണ്. അപ്പൊ കോമ്പറ്റീഷൻ ഡിഗ്രി ലെവലിൽ ഉണ്ടായിരുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റിന് ഉണ്ടായിരുന്നത് പോലെ 4 ലക്ഷത്തിൽ അകത്തിൽ ആളുകൾ മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുള്ളത്? ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു കൂടുതലും എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ഒരു ഭീകരതയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് പരിശോധിച്ചാൽ KSFE ഉൾപ്പെടുന്ന 26/2022 എന്ന് പറയുന്ന KSFE ഉൾപ്പെടുന്ന 26/2022 എന്ന് പറയുന്ന മുൻ കാറ്റഗറി പ്രകാരം 3,71,910 പേരാണ് അപ്ലൈ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 20,000 പേരുടെയോളം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വർധനവ് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിലോ 653/2021 അവിടെ ഒരു വർധനവുണ്ട്. കാരണം നേരത്തെ 2,98,194 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഏതാണ്ട് 3,80,85,002 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻഡിവിജ്വലി നോക്കുമ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ഒരു വ്യത്യാസമുള്ളത്. അല്ലാതെ മൊത്തത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 2ലും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരേ ആളുകൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ വെറുതെ പാനിക്കാവേണ്ട. 4 ലക്ഷത്തിനകത്തിൽ ആളുകളിൽ തന്നെയാണ് കോമ്പറ്റീഷൻ ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ്ട് അത്യാവശ്യം വേക്കൻസികൾ, ഒരു 3,000-നടുത്ത് വേക്കൻസി പോകാൻ സാധ്യതയുള്ളത് ഏതാണ്?
ആദ്യത്തേതാണ്. രണ്ടാമത്തേതിനകത്ത് ഏതാണ്ട് 1000-നടുത്ത് വേക്കൻസികൾ പോകാൻ രണ്ടാമത്തേതിൽ സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടും കൂടിയാണ് 4000-ഓളം വേക്കൻസികൾ പോകാനായിട്ടുള്ള സാധ്യതയുള്ളത്. ഈ 2 പരീക്ഷകളും എഴുതുന്നത് ഏകദേശം ഒരേ ആളുകൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിന്റെ പ്രിലിംസ് പരീക്ഷ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? ഏതാണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് പ്രിലിംസ് പ്രതീക്ഷിക്കാം. മെയിൻസ് ആണെങ്കിലോ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രിലിംസിന് വേണ്ടി നമ്മുടെ മുന്നിൽ ഇനി എത്ര സമയമുണ്ട്? കൃത്യമായിട്ട് പറഞ്ഞാൽ നവംബർ തീർന്നു, ഇനി ഡിസംബർ ഉണ്ട്, ജാനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട് അല്ലേ? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 4-4.5 മാസത്തോളമാണ് നമ്മുടെ മുൻപിൽ പ്രിപ്പറേഷന് വേണ്ടി ലഭിക്കുക. ഈ സമയം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എത്രത്തോളം നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക. കോമ്പറ്റീഷൻ, ആളുകളുടെ എണ്ണമൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പെർഫെക്റ്റ് ആകുക. 4 ലക്ഷം ആയിക്കോട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, എത്ര പേരുണ്ടെങ്കിലും എനിക്ക് കിട്ടേണ്ട സീറ്റ് ഞാൻ നേടിയിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് ആണ്. എന്ന് പറഞ്ഞാൽ പ്രിലിംസിനും മെയിൻസിനും ഈ ഒരൊറ്റ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇത് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SB CID തുടങ്ങിയ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടെല്ലാമുള്ള ഒരു കോമൺ ബാച്ചാണ്. ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് ഈ പരീക്ഷകൾക്കെല്ലാം പഠിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജാനുവരി മാസം 15 തീയതി മുതൽ ഒരു ടെസ്റ്റ് സീരീസ് ലഭിക്കും. ഈ ടെസ്റ്റ് സീരീസ് ഫ്രീ ആണ് മക്കളെ. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റും. ആൻഡ് 20ഓളം ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ വരുന്ന, സെക്ഷണൽ ടെസ്റ്റുകൾ വരുന്ന ഒരു അടിപൊളി ടെസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ കിട്ടും, ഏറ്റവും മികച്ച നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും, തന്നെ കൃത്യമായിട്ടുള്ള ഡെയിലി മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അതേപോലെ തന്നെ ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടൊരു മെന്റർ ഉണ്ടായിരിക്കും. എല്ലാ മൺഡേയിലും വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്കൊരു മോട്ടിവേഷണൽ സെഷൻ ഉണ്ടായിരിക്കും. അതേപോലെ ഗൂഗിൾ മീറ്റ് സെഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അടിപൊളിയായിട്ടൊരു ബാച്ചാണ്. അപ്പോൾ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കുക. 8281223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ല എങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കണം. താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്ക്. അടിപൊളിയായിട്ട് പഠിച്ചോ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്.